യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചന ശ്രമങ്ങൾ പ്രതിസന്ധിയിലാണ്. നിമിഷയുടെ ജീവൻ പണയം വെച്ചുള്ള ക്രെഡിറ്റ് തർക്കം ഒഴിവാക്കണമെന്ന് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. ചിലരുടെ പ്രവർത്തനങ്ങൾ മോചന ശ്രമങ്ങളെ സങ്കീർണമാക്കുന്നു. സാമുവൽ ജെറോം പ്രതിസന്ധിയിലാക്കരുത് എന്നും അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേൾക്കാം. നിമിഷപ്രിയെ താൽക്കാലികമായ ഒരു ആശ്വാസമായി വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ നീട്ടിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നത് മുതൽ ചില വ്യക്തികൾ ചാനലുകൾക്കകത്ത് ചെന്നിരുന്ന് ഈ നെഗോസിയേഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകൾ നടത്തുകയാണ്. സ്വയം സന്നദ്ധരായി അവരുടെ രാജ്യത്തുള്ള ആളുകൾ വരുമ്പോൾ അവരെ അപമാനിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ചില സുഹൃത്തുക്കൾ മാധ്യമങ്ങളിലൂടെ ശ്രമിക്കുന്നത്. വലിയ രീതിയിലുള്ള കമന്റുകൾ, മോശമായ രീതിയിൽ അത് അവർക്ക് മനസ്സിലാകണം എന്നുള്ള കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ അറബിയിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് വരെ പോസ്റ്റുകൾ ഇടുന്നു, കമന്റുകൾ ഇടുന്നു എന്നുള്ളൊരു സാഹചര്യം. അപ്പോൾ ഒരു ജീവനെ സംബന്ധിച്ച് നമ്മളിവിടെ ജീവൻ മരണ പോരാട്ടം, ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തുന്ന സമയത്ത് ഇതിനെല്ലാം വളരെ ലാഘവ ബുദ്ധിയോടുകൂടി കാണുകയും തങ്ങളുടെ ചില താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കണം, ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളുടെ അവരെ മോശക്കാരാക്കാൻ വേണ്ടി ഒരു ജീവൻ നഷ്ടപ്പെടട്ടെ എന്ന രീതിയിലേക്ക് വരെ ചിന്തിക്കുന്ന സങ്കുചിതമായ സാഹചര്യത്തിൽ ചില ആളുകൾ പോകുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന്, ഞങ്ങളുടെ കേരളീയരുടെ ഭാഗത്തുനിന്ന് വന്ന ചില പോരായ്മകളാണ്. അതിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണെന്ന് അവിടെ ചർച്ച നടത്തുന്ന സൂഫി പണ്ഡിതരോട് ഉൾപ്പെടെ ഞങ്ങൾക്ക് പറയേണ്ട സാഹചര്യം. അതിന്റെ ഭാഗമായി ഞങ്ങൾ ഇന്നൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അവിടുന്ന് 3 ജഡ്ജ്മെന്റുകൾ നൽകാൻ വരെ സാധിച്ചിട്ടില്ല. ഞങ്ങൾ അതിനുവേണ്ടി $4000 കൊടുത്തു. ആ ജഡ്ജ്മെന്റുകൾ ഞങ്ങൾക്ക് ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് $40,000 പ്രീ നെഗോസിയേഷൻ എന്ന രീതിയിൽ നൽകി. ഞങ്ങൾ ആ ചർച്ചകൾ എന്തായി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ പോലും അദ്ദേഹം തയ്യാറാവുന്നില്ല. ഞങ്ങൾ പറയുന്നത് ക്രെഡിറ്റ് അദ്ദേഹം എടുത്തോട്ടെ, പക്ഷേ നിങ്ങൾ ഈ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അദ്ദേഹം ഞങ്ങൾ തന്നെ പറഞ്ഞോളാം, അവസാനം ഇത് സാമുവൽ ജെറോമാണ് ഇത് പ്രവർത്തനം നടത്തിയതെന്ന് ഞങ്ങൾ തന്നെ പറഞ്ഞോളാം. പക്ഷേ അതുവരെ നിങ്ങൾ തൽക്കാലം ഇത്തരം ചർച്ചകളിൽ നിന്നോ അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നോ മാറി നിൽക്കണം എന്നുള്ള വളരെ വിനയപൂർവ്വമായ അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തോട് നടത്താനുള്ളത്. ഇത് സാമുവൽ ജെറോമിന്റെ മാത്രമല്ല, നിലവിൽ നിരവധി മനുഷ്യർ ഈ പറയുന്ന കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നതുകൊണ്ട് അപകടത്തിലാവുന്നത് എന്തെങ്കിലും സാധ്യതയുള്ള നിമിഷപ്രിയയുടെ ജീവൻ തന്നെയാണ്. പല ആളുകളും, പല നിരീക്ഷകരും, പല സംഘികളും, അതേപോലെ ഈ കാസ വിഭാഗത്തിൽപ്പെട്ടവരും, അതല്ലാതെ തന്നെ ഇസ്ലാം സമുദായത്തിൽ തന്നെ ചില പ്രത്യേക വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരും ഒറ്റതിരിഞ്ഞും അല്ലാതെയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ നിമിഷപ്രിയയുടെ ജീവൻ വെച്ചാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യത്വമുള്ളവരായി മാറണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ആദിൽ പാലോടുണ്ട് നമുക്കൊപ്പം. ആദിൽ പാലോട്, വലിയ പ്രതികരണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രെഡിറ്റ് ആർക്ക് എന്നതിനെ ചൊല്ലിയാണ് ഒരിടത്ത് തർക്കം നടക്കുന്നത്. മറുഭാഗത്ത് അത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടതുകൊണ്ട് തന്നെ ചില ആളുകൾ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് രംഗത്ത് വരുന്നു. ഇതിന്റെ ഭാഗമായി യമനിലൊക്കെ അത്തരം സാധ്യതകൾ മങ്ങാനുള്ള ഒരു സാഹചര്യം കൂടി വരികയാണോ? അതാണോ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു വെച്ചത്? ഉറപ്പായും അത് തന്നെയാണ് അരുൺകുമാർ. വളരെ നിരാശാജനകമായ സാഹചര്യമാണ്. 2-3 ദിവസങ്ങളായി സുഗമമായി നടന്നുകൊണ്ടിരുന്ന മോചന ശ്രമത്തെ തുടർന്നുള്ള ചർച്ചകൾ ഇപ്പോൾ പ്രതിസന്ധിയിലാണ് എന്ന് നിമിഷപ്രിയയുടെ ആക്ഷൻ കൌൺസിൽ തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യം. ഇതിൽ അരുൺ പറഞ്ഞത് തന്നെയാണ് കൃത്യമായ വാചകം. കുത്തിത്തിരിപ്പുമായി ചിലർ ഇറങ്ങിയിരിക്കുന്നു എന്ന് ആക്ഷൻ കൌൺസിൽ തന്നെ പറയുന്നു. ക്രെഡിറ്റ് തർക്കത്തിനു വേണ്ടി ഈ ശ്രമങ്ങളെ പ്രതിസന്ധിയിലാക്കരുത് എന്നുള്ളതാണ് ആക്ഷൻ കൌൺസിൽ അഭ്യർത്ഥിക്കുന്നത്. ചിലരുടെ പ്രവർത്തനങ്ങൾ വ്യക്തി താൽപര്യങ്ങൾക്ക് വേണ്ടിയാണ്. ആ പ്രവർത്തനങ്ങൾ സങ്കീർണമാക്കുകയാണ് ഈ ശ്രമങ്ങളെ എന്ന് ആക്ഷൻ കൌൺസിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സുഹൃത്ത് എന്ന നിലയിൽ യമനിലെ സൂഫി വര്യരാണ് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നത്. പക്ഷേ ഇവരുടെ ഇടപെടലുകളെ നിഷേധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളാണ് ദേശീയ മാധ്യമങ്ങളിലടക്കം ചിലർ നടത്തുന്നത്. മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലാകട്ടെ ഈ കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ ബന്ധുക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ അറബിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കേരളത്തിൽ ഇവിടെ എന്തൊക്കെയോ നടക്കുകയാണ്, ഇവിടെ വലിയ ഒരു ഉത്സവത്തിന് സമാനമായ, ആഘോഷത്തിന് സമാനമായ സാഹചര്യമാണ്, നിമിഷപ്രിയയെ വിടാൻ പോവുകയാണ് എന്ന തരത്തിലുള്ള പ്രചരണമുണ്ട്. ഇതൊക്കെ അറബിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നൽകുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളതാണ് ആക്ഷൻ കൌൺസിൽ അഭിപ്രായപ്പെടുന്നത്. അരുൺകുമാർ, താങ്ക് യു. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.